പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് അവസരമൊരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിപാലനവും ദൈവത്തിൻ്റെ കൃപയും അനുഭവിച്ചറിയുവാൻ കർത്താവ് തൻ്റെ ജനത്തെ സഹായിക്കുന്നതോർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ വാഴ്ത്തുന്നു. കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുമുള്ളതായ നന്ദിയെ ഈ തരുണത്തിൽ ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്നതായ വേദഭാഗത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്നോടൊപ്പം ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നാം ചിന്തിച്ചു വരുന്നതായ വിഷയം തിരുവെഴുത്തിൽ കാണപ്പെടുന്നതായ ക്രിസ്തുവിനെ കുറിച്ചാണ്. തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നതായ ക്രിസ്തു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ നമുക്ക് തിരുവചനത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. ഇന്നലെ നാം ചിന്തിച്ചത്, തുടർച്ചയായി ചിന്തിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്താലും മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നാം ഇന്നലെ കേൾക്കുവാനായിട്ടിടയായി തീർന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, അതാണ് പൗലോസ് പറയുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച്. അതൊരു വിലയേറിയ മർമ്മമാണ്. ആ വിഷയമാണ് നമ്മൾ ഇന്നലെ ചുരുക്കമായി ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നത്. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത വിധത്തിൽ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ രക്ഷയും ദൈവം നമുക്ക് തരുന്നതായ പ്രത്യാശയും ഒക്കെ വളരെ വിശദമായി ആ ക്രൂശിൽ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വിഷയത്തിലേക്ക്, സങ്കീർത്തന പുസ്തകത്തിലെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടി വരുത്തുകയാണ്. നല്ല ഇടയൻ എന്നുള്ളതായ വിഷയമാണ് നമുക്ക് രണ്ടാമതായി സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് എടുക്കുന്നത്. നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ്. അതിൽ നമുക്ക് വളരെ ചില പരിചിതമായിരിക്കുന്നതായ ഒരു വാക്യം സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച് ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 23-ാം സങ്കീർത്തനം, അതിൻ്റെ ഒന്നാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്നതായ വാക്യമാണ്. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതായ വാക്യമാണ്. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അതോടുള്ളതായ ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതായ വിലപ്പെട്ടതായ ഒരു ദൈവത്തിൻ്റെ വചനം കൂടെ ഞാൻ ഉച്ചരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ദാവീദിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. വളരെ ആഴമേറിയ ചിന്തകൾ ആ സങ്കീർത്തന ഭാഗത്ത് നിന്ന് നമുക്ക്
പഠിക്കുവാനായിട്ടേ കഴിയും. നമുക്കറിയാം, അടിസ്ഥാനപരമായി ദാവീദ് ഒരിടയനായിരുന്നു. ദാവീദിനെ കുറിച്ചുള്ളതായ ആദ്യത്തെ സാക്ഷ്യം നാം കേൾക്കുന്നത് തന്റെ പിതാവായ ഇശായിയിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ശൗലിന് പകരം ഇസ്രയേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ഇശായിയുടെ ഭവനത്തിൽ ഞാൻ ഒരാളിനെ കണ്ടിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞതനുസരിച്ച് തൈലക്കൊമ്പുമായി ശമൂവേൽ ശൗലിന്റെ ഇശായിയുടെ ഭവനത്തിൽ എത്തിച്ചേരുവാനായിട്ടിടയായി. ഇശായിയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നതായ ശമൂവേലിനോട് ഇശായി പറഞ്ഞതായ വാചകമാണ് നമുക്ക് ദാവീദിനെ കുറിച്ചുള്ളതായ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കയാകുന്നു എന്ന് പറഞ്ഞു. ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലായിരിക്കുന്നതായ ദാവീദിനെയാണ് തന്റെ പിതാവായ ഇശായി ശമൂവേലിന് പരിചയപ്പെടുത്തുന്നത്. ദാവീദിനറിയാം ഒരു ഇടയന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇടയൻ എപ്രകാരമാണ് ആടുകളെ പരിപാലിക്കുന്നത് എന്നുള്ള കാര്യം ദാവീദിന് നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് തുറന്നുള്ളതായ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദ് ഒരു ഇടയനായിരുന്നു എന്നുള്ളതായ കാര്യം രാജാവായ ശൗലിനും നല്ല നിശ്ചയമുണ്ട്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം അതാണ് നമ്മളെ അറിയിക്കുന്നത്. അവിടെ ശൗൽ പറഞ്ഞതായ ഒരു കാര്യം, എന്നാറേ ശൗൽ ഇശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. അപ്പൊ ശൗലിനും ദാവീദ് ഇടയനായിരുന്നു എന്നുള്ള കാര്യം നന്നായിട്ടറിയാം. ദാവീദ് തന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും കൂടെ പിതാവിന്റെ ആടുകളെ കുറിച്ചുള്ളതായ തന്റെ കാവലും കരുതലും എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. താൻ എങ്ങനെയാണ് ആടുകളെ പരിപാലിച്ചു കൊണ്ടിരുന്നത്, ആടുകളെ താൻ എങ്ങനെയാണ് സൂക്ഷിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ദാവീദ് തന്റെ വാക്കുകളിൽ കൂടെ ശൗലിനെ അറിയിക്കുന്നതായ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനിത് പറയുന്നതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഇടയനായിരുന്നതായ ദാവീദിന് ഇടയൻ എപ്രകാരമായിരിക്കും എന്നുള്ളതായ കാര്യം നന്നായി അറിയാവുന്നത് കൊണ്ടാണ് യഹോവ ഇടയനായി തീരത്തക്ക വിധത്തിൽ ദാവീദ് ദൈവത്തിന്റെ മുമ്പാകെ തന്നെ തന്നെ ഒരാടായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണം. നമുക്ക് ശൗലുമായിട്ടുള്ളതായ സംഭാഷണത്തിൽ ദാവീദ് എങ്ങനെയാണ് തന്റെ പിതാവിന്റെ ആടുകളെ പരിപാലിച്ചിരുന്നത്, കരുതിയിരുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് ദാവീദിന്റെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് കഴിയും. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഇത് വിലപ്പെട്ട സാക്ഷ്യമാണത്. അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സിംഹവും ഒരു കരടിയും പിന്നൊരിക്കലൊരു സിംഹവും വന്നു. സിംഹത്തെ കണ്ട് കരടിയെ കണ്ട ദാവീദ് ഓടിയില്ല, ഭയന്ന് പിന്മാറിയില്ല. ആ വന്യമൃഗത്തിന്റെ വായിൽ പെട്ടുപോയതായ തന്റെ അപ്പന്റെ ആടുകളെ രക്ഷിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം, ആ ധൈര്യം
ആ കടമ, തൻ്റെ ജോലിയെക്കുറിച്ചുള്ളതായ ഉത്തമ ബോധം, അതവനെ ധൈര്യപ്പെടുത്തി ആ വന്യമൃഗത്തിന്റെ വായിൽ നിന്ന് ആ നാടിനെ രക്ഷിപ്പാനായിട്ട് ദാവീദിനിടയായി. ഒരിടയൻ ചെയ്യേണ്ടത് എന്താണ്? വന്യമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയല്ല. ഒരുപക്ഷെ ഇശായിക്ക് അനേകം ആടുകൾ കണ്ടേക്കാം. ഒന്ന് പോയി എന്ന് വിചാരിച്ച് തന്റെ ജീവനെ പണയപ്പെടുത്തേണ്ടതായ ആവശ്യം ദാവീദിനുണ്ടോ എന്ന് ചോദിച്ചാൽ, മാനുഷികമായി പറഞ്ഞാൽ ദാവീദിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വന്യമൃഗമാണ്. അപ്പോ ദാവീദിന് ആ വന്യമൃഗത്തിന്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നത് ദാവീദിന്റെ മേലുള്ളതായ ആ ഇടയ പരിപാലനത്തിന്റെ വരമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയിരിക്കണം എന്നുള്ളത് ദാവീദിന് നന്നായി അറിയാമെന്ന് പറയുവാനാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. ഒരിടയൻ ആടിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിൽ കൂടി മനസ്സിലാക്കിയതായ ദാവീദ് യഹോവയായ ദൈവത്തിൻ്റെ ആടായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, തന്നെ ഒരു ആടിനോട് താരതമ്യം ചെയ്തുകൊണ്ട് ദൈവം തന്റെ ആടുകളെ പരിപോഷിപ്പിക്കുന്നത് എങ്ങനെ എന്ന് വ്യക്തമാക്കുകയാണ് 23-ാം സങ്കീർത്തനത്തിന്റെ ഇതിവൃത്തം. നല്ല ഇടയനായ ദൈവത്തെ പരിചയപ്പെടുക, അതുവഴി വരുവാനിരിക്കുന്നതായ ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ദാവീദിന്റെ ഉദ്ദേശം. ആട് ഇടയനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ 12 കൂട്ടം കാര്യങ്ങൾ ആ 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6 വാക്യങ്ങളാണ് 23-ാം സങ്കീർത്തനത്തിനകത്തുള്ളത്. അതിൻ്റെ ഓരോ വാചകങ്ങളും ഉന്നതമായ നിലയിൽ ആത്മീക ദൂതുകളെ നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്നതായ വാക്കുകളും വാചകങ്ങളുമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കരുതല പ്രകാരം ആയിരിക്കും തന്റെ ജനത്തിനു വേണ്ടി എന്നുള്ളത് വളരെ വ്യക്തതയോടെ വിവരിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ കർത്താവൻ ദൈവം എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 2 കാര്യങ്ങൾ അവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നതായ ദൈവം. ഒരാട് പുൽപ്പുറത്ത് കിടക്കണമെങ്കിൽ അത് തിന്ന് വളരെ തൃപ്തി പ്രാപിച്ചതിന് ശേഷം മാത്രമേ ആ പുൽപ്പുറത്ത് അതിനെ കിടക്കുവാൻ കഴിയുകയുള്ളൂ. വിശപ്പുണ്ട് എങ്കിൽ, തിന്നുവാനുള്ളതായ ആർത്തി അതിനുണ്ട് എങ്കിൽ അതൊരിക്കലും പുൽപ്പുറത്ത് കിടക്കുകയില്ല. പുൽപ്പുറത്ത് കിടക്കണമെങ്കിൽ അതിന് നല്ലവണ്ണം തൃപ്തി വരണം. ഈ ലോകം ഒന്നിനെ കൊണ്ടും തൃപ്തി തരാതിരിക്കുന്നതായ സന്ദർഭത്തിൽ തൃപ്തി തരുന്നതായ ഒരു ദൈവത്തെ നമുക്കവിടെ പരിചയപ്പെടുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിന് മാത്രമേ നമുക്ക് തൃപ്തി തരുവാൻ കഴിയുകയുള്ളൂ. കർത്താവിന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. തിബരിയാസ് കടലിന്റെ തീരത്ത് അവിടെ ഒരു വലിയ പുരുഷാരം. ആ പുരുഷാരം 3 ദിവസം കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ പിന്നാലെയായിരുന്നു. ഒടുവിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ നോക്കി അവർ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുക്കണം. ഏതായാലും അവിടെ ഉണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി കർത്താവ് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാർ അത് പുരുഷാരത്തിന് കൊടുത്തു. പുരുഷാരം തിന്ന് തൃപ്തരായി ശേഷിച്ച 12 കൊട്ട നിറച്ചെടുത്തു എന്നുള്ളവിടെ വായിക്കുന്നു. ആ ഭാഗം വിചിന്തനം ചെയ്യുമ്പോൾ വിശന്നിരുന്നതായ, ക്ഷീണിച്ചിരുന്നതായ ഒരു വലിയ ജനക്കൂട്ടത്തിന് അപ്പം തിന്ന് തൃപ്തരായി എന്ന് നമുക്കവിടെ വായിപ്പാനായിട്ട് കഴിയും. തൃപ്തി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കൂടിയിരുന്നതായ പുരുഷാരത്തിന്റെ ഓരോ വ്യക്തിയുടെയും പഞ്ച ഇന്ദ്രിയങ്ങളുടെ തൃപ്തി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ശിഷ്യന്മാരെ കുറിച്ച്
കർത്താവ് അപ്പം നൽകിയപ്പോൾ അത് വാഴ്ത്തി നുറുക്കി പുരുഷാരത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തിന്നുന്നത് കണ്ട്, തിന്ന് അവർ ശേഷിപ്പിക്കുന്നത് കണ്ട് അവരുടെ കണ്ണിന് തൃപ്തി വരികയാണ്. 12 കൊട്ട നിറച്ചെടുത്തതായ നിറഞ്ഞ കൊട്ട കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണിന് തൃപ്തി വരികയാണ്. മിഷ്ടാന്നമായവർ ഭക്ഷിച്ചു. ഇനിയും ഒരു കഷണം കൂടെ തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയത്തക്ക വിധത്തിൽ അവർ തിന്ന് തൃപ്തരായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ വായിക്ക് തൃപ്തിയായി അവർക്ക്. ഇനിയും ഉള്ളിലേക്ക് എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ മതി എന്ന് പറയത്തക്ക വിധത്തിൽ അവരുടെ വായിക്ക് തൃപ്തിയായി. വായിക്ക് നന്മകളെ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. 3, ആ ശേഖരിച്ചതായ അപ്പം അവർ കുനിഞ്ഞ് ആ നിലത്തു നിന്ന് അവരുടെ കൈകളിൽ നിന്ന് ശേഖരിച്ചെടുത്തതായ അപ്പം 12 കൊട്ട നിറച്ചെടുത്തു. അവർ അപ്പം എടുത്ത് തൃപ്തരായി, സ്പർശിച്ച തൃപ്തരായി. പുരുഷാരത്തിന്റെ ഒന്നോടെ ഉള്ളതായ ആ മതി എന്നുള്ളതായ വാക്ക് കേട്ട തൃപ്തരായി. നോക്കൂ, പഞ്ച ഇന്ദ്രിയങ്ങളുടെ തൃപ്തി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. കണ്ണിന് തൃപ്തി, വായ്ക്ക് തൃപ്തി, അതുപോലെ കാതിന് തൃപ്തി, സ്പർശന തൃപ്തി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ആ അന്തരീക്ഷം മുഴുവനും അപ്പത്തിൻ്റെയും മീനിൻ്റെയും ആ മണത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ശ്വസിച്ച തൃപ്തി പ്രാപിക്കുകയാണ്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവം നന്മ തന്നാൽ ഇങ്ങനെയാണ്. ലോകം എത്ര നന്മ തന്നാലും തൃപ്തി പ്രാപിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് നന്മ പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതൽ അവൻ തൃപ്തി അനുഭവിപ്പാനിടയായിട്ട് തീരും. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു എന്നാണ് വായിക്കുന്നത്. തോട്ടത്തിൽ നട്ടിരിക്കുന്നതായ, തന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്നതായ വൃക്ഷങ്ങൾക്ക് തന്നെ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരുന്നതായ ഒരു ദൈവ പൈതലിനോട് എനിക്കിന്ന് പറയുവാനുള്ളത്, നിശ്ചയമായും തൃപ്തി തരുന്നതായ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമെന്ന് തന്നെയാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളം, എപ്പോ വേണമെങ്കിലും കുടിക്കുവാൻ പാകത്തിന്. ഒരു തിരമാലയില്ല, ഒരു കടൽക്ഷോഭമില്ല, ഒരു പ്രതിസന്ധിയില്ല, കാറ്റില്ല, കലക്കമില്ല. തെളിനീരുള്ളതായ ആ സ്വസ്ഥതയുള്ളതായ വെള്ളം, ദൈവത്തിന്റെ പ്രവൃത്തി. ആ യഹോവയായ ദൈവം ഇടയനായിരിക്കുന്നതായ ആടിന്റെ അനുഭവമാണത്. അവൻ സ്വസ്ഥത അനുഭവിക്കുകയാണ്. ഒരു കാറ്റും അവനെ ക്ഷോഭിപ്പിക്കുവാനില്ല, അവനെ ഭയപ്പെടുത്തുവാനില്ല. ഒരു തിരമാലകളും അവന്റെ മേൽ കവിഞ്ഞു വരികയില്ല. ഒരൊഴുക്കും അവനെ അടിച്ചു കൊണ്ടുപോകുകയില്ല. ഒരു അടിയൊഴുക്കുകളും അവൻ അനുഭവിക്കേണ്ടി വരികയില്ല. ഒരു കലക്കമില്ല. ശത്രുവിന്റെ ഭീതിയില്ലാത്തതായ ആ സ്വസ്ഥതയുള്ളതായ അനുഭവം. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നതായ ദൈവം. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്നതായ ദൈവത്തിന്റെ പൈതലെ, ലോകത്തിൽ സ്വസ്ഥത അനുഭവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ ആടായി നീ സമർപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ എന്നേക്കുമുള്ളതായ സ്വസ്ഥത തരുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമെന്ന് അറിയാതിരിക്കരുത്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, എന്റെ പ്രാണനെ ദൈവം തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല, കാരണം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തോടതായ ബന്ധത്തിൽ. പ്രാണന് തണുപ്പാണ് മൂന്നാമത്തെ വിഷയം. ചൂട് പിടിക്കുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഇരമ്യാവ് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 20-ാമത്തെ വാക്യം, 20-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അതെന്റെ ആസ്തികൾ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന്
എനിക്ക് വഹിയാതെയാ. എന്താ കാരണമെന്നറിയാമോ? യഹോവ ഏൽപ്പിച്ചതായ ശുശ്രൂഷ അത് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ തന്റെ മുമ്പിൽ പ്രതിസന്ധിയാ. കേൾക്കുന്നവർ തന്നെ എതിരിടുകയാ. ആ വാക്കുകൾ അംഗീകരിക്കാതെ വണ്ണം അതിനെ തിരസ്കരിക്കുന്നതായ ഒരു വലിയ ജനം, ഒരു കൂട്ടം ജനമാണ് തന്റെ മുമ്പിലുള്ളത്. കടുപ്പമുള്ളതായ നെറ്റിയും വജ്രം പോലെ കടുപ്പിച്ചതായ അധരങ്ങളുള്ളതുമായ ഒരു ജനം. കാതുകൾ അവർ കൊട്ടിയടച്ചിരിക്കുകയാണ് ദൈവശബ്ദത്തിനെതിരെ. അതുകൊണ്ട് ഇരമ്യാവ് പറയുന്നത് കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവർ മറുത്തു നിൽക്കുമ്പോൾ ഇരമ്യാവിന് പറയുവാൻ കഴിയുന്നില്ല. ഇരമ്യാവിന്റെ അസ്ഥികൾക്കുള്ളിൽ ദൈവം കൊടുത്തതായി അരുളപ്പാട് വിങ്ങുകയാണ്. പക്ഷേ ഇരമ്യാവ് പറഞ്ഞു, ഞാനത് പറയാതിരിക്കുകയില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഇനി സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളത്തിനത് വലിയ ചൂടായി മാറുവാനിടയാകും. ദൈവത്തിന്റെ ശുശ്രൂഷ, ഏൽപ്പിക്കപ്പെട്ടതായ ശുശ്രൂഷ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ, ദൈവിക ശുശ്രൂഷകന്റെ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതായ ഒരുവന്റെ ഹൃദയത്തിന് ചൂടുപിടിക്കുവാനിടയാകും. പൗലോസ് അതേ അധേനയിൽ കൂടി കടന്നു പോകുമ്പോൾ വിഗ്രഹങ്ങൾ കണ്ട് അവന്റെ ഹൃദയത്തിന് ചൂടുപിടിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞവൻ, ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, ദൈവപ്രവൃത്തി നേരിട്ട് അനുഭവിക്കുന്നതായ പൗലോസിന് ഒന്നുമില്ലാത്തതായ ബിംബങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിന് ചൂടുപിടിക്കുവാനിടയായി. ഇന്ന് പകലിൽ വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ ചൂടുപിടിച്ചിരിക്കുന്നതായ അനുഭവം, ലോകത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ ഹൃദയത്തിന് ചൂടുപിടിക്കുവാനിടയാകും. ജീവിതത്തിൽ പ്രിയം വെച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിന് ചൂടുപിടിക്കുവാനിടയാകും. കാര്യങ്ങളൊന്നും നേരെയാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്നതായ ഒരു ദൈവ പൈതലിന്റെ, ഒരു മനുഷ്യന്റെ ഉള്ളം ചൂടുപിടിക്കുവാനിടയാകും. എന്നാൽ പ്രാണനെ തണുപ്പിക്കുന്നൊരു കർത്താവ് ഇന്ന് പകലിൽ ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചവരായി, ഹൃദയത്തിന് ഭാരം നിറഞ്ഞവരായി എന്നെ കേൾക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, പ്രാണനെ തണുപ്പിക്കുന്നതായ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരേണ്ടതിന് യഹോവ ഇടയനായിരിക്കുന്ന ഒരാളായി ഏൽപ്പിച്ചാൽ മാത്രം മതി. പ്രാണനെ തണുപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. പ്രാണന തണുപ്പാണ് മൂന്നാമത്തെ വിഷയം. 4, ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്ന ദൈവം. നീതിപാതകളിൽ എന്നെ നടത്തുന്നു. നീതി നഷ്ടപ്പെടുന്നതായ അനുഭവം, ചെയ്യുന്നതായ പ്രവൃത്തിക്കൊത്തവണ്ണമുള്ളതായ പ്രതിഫലം ലഭിക്കാതിരിക്കുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്നു. അധ്വാനത്തിന്റെ പ്രതിഫലം ഒരുപക്ഷെ കൈ ലഭിക്കാതെ വരുമ്പോൾ, ലഭിച്ചത് തികയാതെ വരുമ്പോൾ, ദൈവപൈതലേ, ഈ ലോകത്തിന്റെ നീതി പല വിഷയങ്ങൾക്കകത്ത് നഷ്ടപ്പെടുമ്പോൾ നീതിപാതകളിൽ എന്നെ നടത്തുന്നു എന്ന് ദാവീദ് പറയത്തക്കവണ്ണം, ഒരു ദൈവ പൈതലിന്റെ സാക്ഷ്യം വരത്തക്കവണ്ണം, യഹോവയായ ദൈവമിടയനായിരിക്കുന്നതായ ആടിന് ദൈവ സന്നിധിയിൽ നിന്നൊരു നീതിയുണ്ട്. ആ നീതി ലഭിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഉന്നതമായ ഒരു അനുഭവമാണത്. ഞാൻ 5ാമത്തെ ആ ഭാഗ്യാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ 5ാമത്തെ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനോടുകൂടെ ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിടയനായിരിക്കുന്നതായ ഒരു ദൈവ പൈതലിന് 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. 1, അനർത്ഥങ്ങളിൽ നിന്നുള്ളതായ വിടുതൽ. 5ാമത്തെ വിഷയമാണ്. 6, പ്രയാസവേളകളിൽ കൂടെ ഇരിക്കുന്ന അനുഭവം. 7, വലിയ ആശ്വാസം. അനർത്ഥങ്ങളിൽ നിന്നുള്ളതായ വിടുതൽ. നാം അറിയാതെ നമ്മെ വിട്ടെത്രയോ അനർത്ഥങ്ങൾ ഓരോ ദിവസവും മാറിപ്പോകുന്നു. ദൈവത്തിന്റെ കരുതലല്ലേ അത്? തിരക്കേറിയ പട്ടണത്തിൽ മഹാമാരി കൊണ്ട് നിറഞ്ഞതായ ഈ ലോക ചുറ്റുപാടിൽ ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുന്നതായ വിധങ്ങൾ വളരെയാണ്. പട്ടിണി ഉണ്ടാകാം, പരിവട്ടമുണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം. എന്നാൽ ദൈവ പൈതൽ എല്ലാറ്റിനെയും ഓവർകം ചെയ്യത്തക്ക വിധത്തിൽ ഒരു ദൈവ സാന്നിധ്യം
അവന്റെ മേൽ എപ്പോഴും എന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യഹോവ ഇടയനായിരിക്കുന്നതായ ഒരാടിന്റെ പ്രത്യേകത. പ്രയാസവേളകളിൽ കൂടെയിരിക്കുന്ന അനുഭവം. ഏഴാമത്തെ വിഷയം, വലിയ ആശ്വാസം അവന് ലഭിക്കുകയാണ്. 23-ാം സങ്കീർത്തനത്തിന്റെ തന്നെ 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് 3 വിഷയങ്ങൾ കാണുവാനായിട്ട് കഴിയും. 8, 9, 10 വിഷയങ്ങൾ. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്റെ ശത്രുക്കൾ കാൺകെ അങ്ങനെക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എന്റെ ശത്രുക്കൾ കാൺകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തുവാനല്ല, ശത്രുക്കളുടെ മുമ്പിൽ ദയക്ക് വേണ്ടി കണ്ണുനീര് യാചിക്കുവാനല്ല, ശത്രുവിന്റെ മുമ്പിൽ തോൽവി മുമ്പിൽ കണ്ട് ഭയപ്പെട്ട് നിൽക്കുവാനല്ല ദൈവം ഒരുക്കുന്നതായ അവസരം. എന്റെ ശത്രുക്കൾ കാൺകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കളെ അടിയറവ് പറയിപ്പിക്കുക എന്നുള്ളത് ദാവീദിന്റെ വിഷയമല്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ശത്രുവിനെ അടിക്കണമേ, ഓടിക്കണമേ, ഓടിക്കണമേ എന്നൊക്കെയാണ്. എന്തെല്ലാമാണ് നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചു വിടുന്നത്. അവനെ അടിക്കണമേ, അവനെ ഓടിക്കണമേ, അവനെ ഓടിച്ച് മടക്കി കളയണമേ, അവനെ തുരത്തണമേ. ശത്രുവിനെന്ത് വരണമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഇവിടെ ദാവീദ് അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. ശത്രുവിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അവൻ വലിയ സൈന്യവുമായി വരട്ടെ, വലിയ ആയുധവുമായി വരട്ടെ, വലിയ ഭീഷണിയുമായി വരട്ടെ, കൊലയ്ക്കുള്ളതായ നിശ്വാസവുമായി വരട്ടെ, എനിക്കൊരു വിഷയമല്ല. ശത്രുക്കൾ കാൺകെ എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. അതെ, അവന്റെ മുമ്പിൽ നമ്മുടെ സ്ഥാനം എന്ത്? അതാണ് നമ്മുടെ വിഷയം. ശത്രുവിന് വരുന്നതായ ദോഷം കണ്ട്, അല്ലെങ്കിൽ അവന് വരുന്നതായ അനർത്ഥം കണ്ട് സന്തോഷിക്കുകയല്ല ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം. ശത്രുവിന് തിന്മ വരുവാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത്. ശത്രുവിന്റെ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്ന ദൈവം. ശത്രുവിന്റെ മുമ്പിൽ സന്തോഷിക്കുവാൻ, മേശ ഒരുക്കുക എന്ന് പറയുക, വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നുള്ള അർത്ഥം. ഭയം മാറുമ്പോഴാണ് സന്തോഷം, അപകടം മാറിപ്പോകുമ്പോഴാ സന്തോഷം. ശത്രുവിനെ കാര്യമാക്കാതെ മുന്നോട്ട് പോകുവാനുള്ളതായ ബലമുള്ളപ്പോഴാണ് സന്തോഷം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നമുക്ക് ശത്രുക്കളായി മാനുഷികമായ ഒരു വ്യക്തിയുമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല, ജഡരക്തങ്ങളോടല്ല, പിന്നെയോ ഒരു പൈശാചിക മണ്ഡലത്തോടാണ് എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ശത്രുവിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകുവാനല്ല, ശത്രുവിന്റെ തലയെ തകർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയനായിരിക്കുന്നിടത്തോളം നമുക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവനെ താളടിയാക്കുന്നതായ കർത്താവ്, പിശാചിനെയും അവന്റെ സകല പ്രവൃത്തിയെയും ജയിച്ചതായ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സകല അധികാരവും തരികയാണ്. പിശാചിനെയും അവന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ പകലിൽ ആ അധികാരമുള്ളതായ ദൈവത്തിന്റെ പൈതൽ ശത്രുവിന്റെ മുമ്പിൽ സന്തോഷിപ്പാനിടയാകും. ശത്രുഭീതിയാൽ ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ ആരെങ്കിലും അങ്ങനെ ആയിരിക്കുന്നു എങ്കിൽ, ദൈവമേ നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ കരം നിന്നെ താങ്ങുന്ന കരമാണ്. ശത്രുക്കളുടെ മുമ്പിൽ സുരക്ഷിതത്വം. അതാണ് 8-ാമത്തെ വിഷയം. 9-ാമത്തെ വിഷയം, തലയ്ക്ക് എണ്ണ. എന്താ തലയ്ക്ക് എണ്ണ? പാലസ്തീനിലെ ആളുകൾ അവിടെ പ്രത്യേകിച്ചുള്ളതായ ഒരു കാര്യം, പറന്നു വരുന്നതായ ചില പ്രത്യേക കീടങ്ങളുണ്ട്. അത് ആടിന്റെ മൂക്കിലേക്ക് കയറിയാൽ അത് നെറുകയിൽ ചെന്ന് ഇല്ലാത്ത ശല്യമൊക്കെ അത് ഉണ്ടാക്കും. പിന്നത്തേതിൽ ആടിന് നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ വിധത്തിലുള്ളതായ ചില പ്രത്യേക രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഇടയൻ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്നതായ പ്രാണികളൊന്നും ആടിനോട് അടുക്കാതിരിക്കേണ്ടതിന് ആടിന്റെ തലയിൽ ഒരു പ്രത്യേക എണ്ണ പൂശുവാനായിട്ടിടയാകും.
ആ എണ്ണ പൂശിക്കഴിഞ്ഞാൽ ആടിന്റെ അടുക്കലേക്ക് ഈ കീടങ്ങളൊന്നും വരികയില്ല. ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആടിന് സുരക്ഷിതമായി മുന്നോട്ട് പോകുവാൻ കഴിയും. പറന്നു വരുന്നതായ കീടങ്ങളൊന്നും ആടിനെ ബാധിക്കുകയില്ല. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളതായ ചിന്തകൾ, ഇങ്ങനെയുള്ളതായ കീടങ്ങൾ, ശത്രുവിൻ്റെതായിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള അഴുക്കുകൾ, ചിന്തകൾ ഒന്നും അവനെ നെറുകയിൽ വരാതിരിക്കേണ്ടതിന്, പാപത്തിന്റെ സ്വഭാവം അവന് പിടിക്കാതിരിക്കേണ്ടതിന് അവന്റെ തലയിൽ ഒരു അഭിഷേകം കൊടുത്തിട്ടുള്ളതാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന തിരുവചനം പറയുന്നത്. ആത്മാവിനാലുള്ളതായ അഭിഷേകം ഏറ്റെടുക്കുന്ന ഒരു ദൈവ പൈതൽ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ അവന്റെ ജീവിതത്തെ ഹനിക്കുവാനിടയായിട്ട് തീരുകയില്ല. തലയ്ക്ക് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യം. 10 നിറഞ്ഞു കവിയുന്നതായ അനുഭവം. ഇല്ലായ്മയല്ല കേട്ടോ, ശൂന്യതയല്ല, ഇല്ല 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 എന്ന് പറയുവാനുള്ളതല്ല. പാനപാത്രം നിറഞ്ഞു കവി, നിന്റെ ആവശ്യങ്ങൾ മതിയാകും വണ്ണം ചെയ്തു തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് 23-ാം സങ്കീർത്തനത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നതായ ഇടയ സാന്നിധ്യം. എന്റെ ശത്രുക്കൾ കാണുകെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. 6-ാമത്തെ വാക്യത്തിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും പിന്തുടരുന്ന അവസ്ഥ. ഒരു ദൈവ പൈതൽ നന്മയുടെ പുറകെ ഓടണ്ട. ഒരു ദൈവ പൈതൽ അനുഗ്രഹത്തിന്റെ പിറകെ മരീചികയ്ക്ക് പിന്നാലെ പായുന്നത് പോലെ പായണ്ട. കാരണം യഹോവ ഇടയനായിരിക്കുന്ന ദൈവം ഇടയനായിരിക്കുന്ന ഒരാടാണെങ്കിൽ ആ ആട് ആ ഇടയനോട് ചേർന്ന് നിന്നാൽ നന്മയും കരുണയും അവന്റെ ആയുഷ്കാലമൊക്കെ അവനെ പിന്തുടരുമെന്നാണ്. നന്മ പറയുകയാ, എന്നെയും കൂടെ കൊണ്ടുപോ, ഞാനും കൂടെ നിന്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് നന്മ പുറകെ വരികയാണ്. നന്മയുടെ പുറകെ പോകുകയല്ല ഒരു ദൈവപൈതൽ വേണ്ടിയത്. നന്മ നമ്മുടെ പുറകെ വരത്തക്ക വിധത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മതി. ഇത് നമുക്ക് ആ രഹസ്യം അറിയാത്തത് കൊണ്ട് കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. അതല്ല ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്. കർത്താവെ അങ്ങയോട് കൂടെ നടക്കുവാൻ, അങ്ങന്റെ ഇടയനായിരിക്കുവാൻ തടസ്സമായിരിക്കുന്നതായ കാര്യങ്ങൾ, എന്റെ സ്വന്തം വഴികളെ വിട്ട്, എന്റെ സ്വന്തം ഇച്ഛകളെ വിട്ട് അങ്ങയുടെ പാതയിൽ അങ്ങയുടെ പുറകെ പോകുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് ആ ഇടയന്റെ പിന്നാലെ പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരാടിനെ സംബന്ധിച്ച് അവൻ നന്മ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കേണ്ട കാര്യമില്ല. നന്മ അവന്റെ പുറകെ വരും. അത് തിരുവചനമാണ്. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. ദൈവവചനത്തിന് ഇറ്റ് ഈസ് അൺചേഞ്ചബിൾ. അതുകൊണ്ട് യഹോവയാടായിരിക്കുന്ന ദൈവമായിരിക്കുന്ന ദൈവം ഇടയനായിരിക്കുന്നതായ ഒരാടിനെ സംബന്ധിച്ച്, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നന്മ അവന്റെ പുറകെ വരും. മാത്രമോ 12-ാമത്തെ വിഷയം, ദൈവത്തിന്റെ ആലയത്തിലെ വാസം. നന്മ ലഭിച്ചാൽ ആലയം വിട്ടുപോകുകയല്ല, പിന്നെ വാസം ആലയത്തിലായിരിക്കണം. പോകട്ടെ, ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. അപ്പൊ ദൈവം ഇടയനായിരിക്കുന്നതായ ഒരാടിന്റെ 12 കൂട്ടം സവിശേഷതകളാണ് നമ്മൾ ചിന്തിച്ചത്. ഇടയൻ എന്നുള്ളതായ വിഷയമാണ് നമ്മുടെ വിഷയം. നല്ല ഇടയൻ എന്നുള്ളതായ ബന്ധത്തിൽ 3 സങ്കീർത്തനങ്ങൾ, അടുത്തടുത്ത് വരുന്നതായ 3 സങ്കീർത്തനങ്ങൾക്ക് വളരെ വിലയുള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് 1 22-ാം സങ്കീർത്തനമാണ്, 2 23-ാം സങ്കീർത്തനമാണ്, 4 23-ാമത്തെ സങ്കീർത്തനം, 24-ാം സങ്കീർത്തനമാണ്. അപ്പോ 22, 23, 24 ഇടയൻ എന്നുള്ളതായ നിലയിൽ വ്യത്യസ്ത നിലകളിൽ നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കുവാനായിട്ട് കഴിയും. 22-ാം സങ്കീർത്തനം നാം ഇന്നലെ ചിന്തിച്ചതാണ്. അവിടെ ഒരു നല്ല ഇടയനെ കാണുവാൻ കഴിയും. നല്ല ഇടയൻ ആരാണ്?
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. 22-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ജീവനെ കൊടുക്കുന്നതായ നല്ല ഇടയനെയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതായ പുത്രൻ തമ്പുരാൻ, മനുഷ്യൻ തെറ്റിപ്പോയതായ മാനവജാതിക്ക് വേണ്ടി ദൈവസന്നിധാനം തന്റെ ജീവനെ കൊടുക്കുന്ന ആ നല്ല ഇടയൻ. അതാണ് 22-ാം സങ്കീർത്തനത്തിന്റെ പ്രതിപാദന വിഷയം. നല്ല ഇടയൻ, മരിക്കുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി തന്റെ ശരീരത്തിൽ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ പാപം മുഴുവൻ ചുമന്നൊഴിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ് 22-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. അവിടെ ജീവൻ നൽകുകയാണ്, അവിടെ നമുക്ക് കൃപ ലഭിക്കുകയാണ്. അപ്പൊ 22-ാം സങ്കീർത്തനം മരിക്കുന്ന ക്രിസ്തു, രക്ഷകനായ രക്ഷയുടെ അടിസ്ഥാനമായ നല്ല ഇടയനായ ക്രിസ്തുവിനെ നമുക്ക് 22-ാം സങ്കീർത്തനത്തിൽ ദർശിക്കുവാൻ കഴിയും. അത് ഇന്നലെ നാം വിശദമായി ചിന്തിച്ചതാണ്. 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയൻ. ഇപ്പൊ 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വലിയ ഇടയനാണ്. നോക്ക്, 12 കൂട്ടം അനുഗ്രഹങ്ങൾ നമുക്ക് അതേ ആടിന് വെച്ച് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന വലിയ ഇടയൻ, ഒന്നും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് കരുതുന്നതായ വലിയ ഇടയൻ, തൃപ്തി വരുത്തുന്നതായ ഇടയൻ. അവിടെ നമുക്ക് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നത്. ആടിനോട് ചേർന്ന് നിൽക്കുന്നതായ ഇടയൻ, ജീവിക്കുന്നതായ ഇടയൻ. മരിച്ച ക്രിസ്തുവിനെ നാം 22-ാം സങ്കീർത്തനത്തിൽ കാണുമ്പോൾ ജീവിച്ചതായ ക്രിസ്തുവിനെ, നമുക്ക് നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ക്രിസ്തുവിനെയാണ് 23-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ആശ്വാസദായകനാണ് ആ ക്രിസ്തു. വിടുതലായി വെളിപ്പെടുന്നവനാണ്. അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, ആപത്തുകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിടുതലിനായി വെളിപ്പെടുന്നതായ നമ്മുടെ ദൈവം. ആ കർത്താവ് സ്നേഹം നൽകുന്നവനാണ്, വഴി കാണിക്കുന്നവനാണ്. 23-ാം സങ്കീർത്തനം അത് ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണിക്കുകയാണ്, ജീവിക്കുന്ന ഇടയനെ കാണിക്കുകയാണ്. മരിക്കുന്ന ഇടയനാണ് 22-ാം സങ്കീർത്തനത്തിൽ. 23-ാം സങ്കീർത്തനത്തിൽ ജീവിക്കുന്ന ഇടയനെ കാണുകയാണ്. 24-ാം സങ്കീർത്തനം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ശ്രേഷ്ഠ ഇടയൻ. ആ ശ്രേഷ്ഠ ഇടയന്റെ പ്രത്യേകത എന്താണ്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ജീവനും അതെ യഹോവയായ ദൈവം തന്നെ എന്ന് 24-ാം സങ്കീർത്തനം കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, 24-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് വരുന്ന ഇടയനെയാണ് കാണുവാൻ കഴിയുന്നത്. വരുന്ന ഇടയൻ, വരുവാനിരിക്കുന്നതായ ഇടയൻ. മരിച്ച ക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു, വരുവാനിരിക്കുന്ന ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മരിച്ച ഇടയൻ, ജീവിക്കുന്ന ഇടയൻ, വരുന്ന ഇടയൻ. ഇതാണ് 23, 22, 23, 24 സങ്കീർത്തനങ്ങളിൽ ഇടയനുമായിട്ടുള്ളതായ ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതായ കാര്യം. നാം ദൈവത്തിന്റെ ആടുകളാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 79-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അങ്ങയുടെ ജനവും അങ്ങയുടെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതിയെ പ്രസ്താവിക്കും. നാം ആരായിരിക്കണം? നാം ദൈവത്തിന്റെ ആടുകളായിരിക്കണം. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കണം, ഇടയൻ പറഞ്ഞതനുസരിക്കണം, ഇടയന്റെ പിന്നാലെ പോകണം.
ഇടയന്റെ മുമ്പേ പോയി കുഴിയിൽ ചാടുകയല്ല വേണ്ടിയത്. ഇടയന്റെ പിന്നാലെ പോകണം, ഇടയന്റെ ശബ്ദം തിരിച്ചറിയണം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായി കഴിയും. ദൈവം തന്റെ ജനത്തിന്റെ ഇടയനാണ് എന്ന് 80-ാം സങ്കീർത്തനത്തിൽ വായിപ്പാനായിട്ട് കഴിയും. 80-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവൻ ദൈവം തന്റെ ജനത്തിന്റെ ഇടയനായി വന്നാൽ ശ്രേഷ്ഠത വളരെയാണ്. ഈ ഇടയൻ കരുതലുള്ള ഇടയനാകട്ടോ. നാം നല്ല ഇടയനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ഇടയൻ കരുതലുള്ള ഇടയനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ കരുതൽ കാണുവാൻ കഴിയും. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഓരോരുത്തരെയും നന്നായി അറിയുന്നതായ ഇടയൻ, കുഞ്ഞാടുകളെ അറിയുന്ന ഇടയൻ കുഞ്ഞാടുകളെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ കൈകളിലെടുത്ത് മാറോട് ചേർക്കുന്നതായ ഇടയൻ. ആയ സ്നേഹത്തിന്റെ ആ വലിയ ഭാവം ഒന്ന് ശ്രദ്ധിച്ച്. മുട്ടനാടുകളെ നടത്തുന്നത് പോലെയോ കോലാടിനെ നടത്തുന്നത് പോലെയോ തള്ളയാടിനെ നടത്തുന്നത് പോലെ അല്ല കുഞ്ഞാടിനെ നടത്തുന്നത്. കുഞ്ഞാടിനെ കരങ്ങളിലെടുത്ത് നെഞ്ചോട് ചേർക്കുന്നതായ സ്നേഹം. തള്ളയാടുകൾ ക്ഷീണിതയാണ്, മറ്റുള്ള ആടുകളെ പോലെ വേഗത്തിൽ നടക്കുവാൻ കഴിയത്തില്ല. വേഗത്തിൽ നടക്കാത്തത് കൊണ്ട് പുറകെ കമ്പ് വെട്ടി അടിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അതിനെ പതുക്കെ നടത്തി അതിനോട് കൂടെ നടക്കുന്നതായ ആ സ്നേഹവാനായ ഇടയൻ, കരുതലുള്ള ഇടയനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒത്തിരി വാക്യങ്ങൾ ആ കരുതലിനെ കുറിച്ച് എനിക്ക് പറയുവാനായിട്ടുണ്ടെങ്കിലും സമയം ചുരുക്കത്താൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. ക്രിസ്തു അധിപതിയായ ഇടയനാണ് എന്ന് പറഞ്ഞാൽ നാം സേവിക്കുന്നതായ നമ്മുടെ നാഥൻ അധിപതിയാണ്, അധികാരമുള്ളതായ ഇടയനാണ്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മീഖാ പ്രവാചകൻ വിളിച്ചു പറയുകയാ, നീയോ ബേത്ലഹേമേ ഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും ആണ്. 4-ാമത്തെ വാക്യത്തിൽ എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയ്ക്കും, അവർ നിർഭയം വസിക്കും. അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. മേയ്ക്കുന്നവൻ, തന്റെ ജനത്തെ മേയ്ക്കുന്നവൻ, അധികാരമുള്ളവൻ, ഇസ്രയേലിന് അധിപതിയായവൻ, നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത് അധിപതിയാണ്, അധികാരമുള്ളവനാണ്. ക്രിസ്തു അധികാരമുള്ളവനാണ്. ഇടയനോടുള്ളതായ ബന്ധത്തിൽ ക്രിസ്തുവിന്റെ 5 പദവികളും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു ഇടയൻ എന്നുള്ളതായ നിലയിൽ നമ്മുടെ കർത്താവിന് 5 പദവികളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ആടുകളുടെ ഇടയൻ. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് തിരുവചനത്തിൽ കാണുന്നു. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് അധികാരം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കർത്താവായ ദൈവത്തെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നതായ ഒരുവൻ കർത്താവിന്റെ ആടായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയൻ എന്ന് പറയുന്നത് വാതിലിൽ കൂടെ കടക്കുന്നവനാണ്. വാതിൽ എന്തിനെയാണ് കാണിക്കുന്നത്? തിരുവചനത്തെ കാണിക്കുകയാണ്. തിരുവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായി. അവൻ തിരുവചനത്തിൻ പ്രകാരം ജനിച്ചു, തിരുവചനത്തിൻ പ്രകാരം ജീവിച്ചു, തിരുവചനത്തിൻ പ്രകാരം മരിച്ചു, തിരുവചനത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവചനത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു, തിരുവചനത്തിൻ പ്രകാരം സ്വർഗാരോഹണം ചെയ്തു. ഇനിയും തിരുവചനത്തിൻ പ്രകാരം നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോകുകയാണ്.
വാതിലിലൂടെ കടക്കുന്നവൻ. അതാണ് നമ്മുടെ കർത്താവ്. വാതിൽ തിരുവെഴുത്തിൽ കാണുന്നതായ ക്രിസ്തു, തിരുവെഴുത്തിൽ കൂടെ അഥവാ വാതിൽ കൂടെ കടക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. അവനാണ് ആടുകളുടെ ഇടയൻ. ആടുകളുടെ ഇടയൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഒന്നാമത് ആടുകളുടെ ഇടയൻ. രണ്ട്, ക്രിസ്തു നല്ല ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അതേ അധ്യായം 14-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ഇതാ നല്ല ഇടയന്റെ പ്രത്യേകത. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. രണ്ടാമത്തെ പദവിയാ നല്ല ഇടയൻ. ആ നല്ല ഇടയൻ പിതാവിനെ അറിയുന്നത് പോലെ, പിതാവ് പുത്രനെ അറിയുന്നത് പോലെ, ക്രിസ്തുവിനെ അറിയുന്നത് പോലെ ക്രിസ്തു തനിക്കുള്ളവയെ അറിയുന്നു. ഞാനും നിങ്ങളും ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവിടുന്ന് നമ്മെ അറിയുന്നു എന്ന് പറയുന്ന ആ വലിയ ശ്രേഷ്ഠത എന്താണെന്ന് ചിന്തിച്ചു നോക്കണം. നാം ഒരു രാജ്യത്ത് പാർക്കുകയാണ്. ആ രാജ്യത്തെ ഭരണാധികാരി എന്നെ അറിയുന്നു എന്ന് പറയുന്ന ആ വലിയ പദവി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ത്യൻ പൗരനായിരിക്കുന്നതായ നമ്മെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ മോദി അറിയുന്നു, പേഴ്സണലി അറിയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രെഡിറ്റ് തന്നെയാണ്. പ്രസിഡന്റ് നമ്മെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ആണ്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സകലത്തെയും തന്റെ കരങ്ങളുടെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ വഹിക്കുന്ന ഉന്നതനായ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠത മറ്റെന്ത്, പ്രിയമുള്ളവരെ? ഇതാ കർത്താവ് പറയുകയാണ്, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. നാം കർത്താവിനുള്ളവരാണെങ്കിൽ കർത്താവ് നമ്മെ അറിയും. കർത്താവ് നമ്മെ അറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മെ അറിയുന്നു എന്നുള്ളതായ ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളതായ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ല. കാരണം സകല പ്രശ്നങ്ങൾക്കും അതീതനായി നിൽക്കുകയാണ് നമ്മുടെ കർത്താവ്. സകലത്തെയും നമ്മുടെ കർത്താവിന്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. അവൻ സകലത്തിന്റെ മേലും ചവിട്ടി നിൽക്കുകയാണ്. അങ്ങനെയുള്ളതായ ദൈവാദി ദൈവം, കർത്താദി കർത്താവ്, രാജാദി രാജാവ് നമ്മെ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ തിരുമുമ്പിൽ എത്ര നിസ്സാരമാണ്. ഇന്ന് പകലിൽ വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ട മനം കലങ്ങി ആരെങ്കിലും എന്നെ ഇരിക്കുന്നെങ്കിൽ, നാളത്തെ കാര്യമോർത്ത് അതേ പ്രയാസപ്പെട്ടിരിക്കുന്നു എങ്കിൽ, ശരീരത്തിന്റെ ബലഹീനതയെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്നു എങ്കിൽ, തലമുറകളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയം കർത്താവായ ദൈവം അറിയുന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ വിഷയം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കൂ. അവൻ ആ വിഷയത്തെ, പ്രൈസ് ദി ലോർഡ്, വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യും. അതിനുള്ളതായ മറുപടി ദൈവസന്നിധിയിലുണ്ട്. അതിനുള്ളതായ ഉത്തരം നമുക്ക് ലഭിക്കാനിടയാകും. ആകയാൽ ഈ നല്ല ഇടയൻ പറയുന്നത്, പിതാവ് തന്നെ അറിയുന്നത് പോലെ, താൻ പിതാവിനെ അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. നമ്മുടെ കടമ എന്താണ്? നാം നമ്മുടെ കർത്താവിനെ അറിയണം. നാം നമ്മുടെ കർത്താവിനെ അറിയണം. കർത്താവിനെ അറിയേണ്ടതിനു വേണ്ടിയാണ് ഈ പഠന പരമ്പര ഇങ്ങനെ വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27 മുതലുള്ളതായ വാക്യം, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ക്രിസ്തു നല്ല ഇടയൻ.
മൂന്നാമത്തെ പദവി ക്രിസ്തു വലിയ ഇടയനെന്ന് കാണുവാനായിട്ട് കഴിയും. അന്ന് ആ വാക്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം വലിയ ഇടയനാണ്. ആ വലിയ ഇടയനെ കുറിച്ചാണ് 23-ാം സങ്കീർത്തനത്തിൽ നാം വിശദമായി കേട്ടത്. നാലാമത് ക്രിസ്തു ആത്മാക്കളുടെ ഇടയനാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആത്മാക്കളുടെ ഇടയൻ ദൈവത്തിലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ വിഷയത്തോട് പറയുവാനായിട്ടുണ്ട്. നാം ഈ ശരീരത്തിൽ ഇരുന്ന് നശിച്ചു പോകേണ്ടവരല്ല. ശരീരം നശ്വരമാണ്. അത് ദിവസത്തിന് ദിവസം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പറയട്ടെ പ്രിയമുള്ളവരെ, ആത്മാക്കളുടെ ഇടയവൻ, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യത പ്രാപിക്കേണ്ടതായ ഈ ആത്മാവിന്റെ ഉടയവൻ ആരാണ്? ദൈവമാണ് ഉടയവൻ. നമ്മുടെ കർത്താവാണ് ഉടയവൻ. ആത്മാക്കളുടെ ഇടയനാണവൻ. ആ ആത്മാക്കളുടെ ഇടയനായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ നമ്മുടെ ആത്മാവിനെ നിത്യതയിലേക്ക് നയിക്കും, നിത്യജീവനിലേക്ക് നയിക്കും, നിത്യസ്വർഗങ്ങളിലേക്ക് നയിക്കും, നിത്യ അനുഭവത്തിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ ആത്മാവ് നിത്യസന്തോഷത്തിലേക്ക്, അതേ, നാം നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായിട്ട് തീരും. നാലാമത്തെ പദവി ക്രിസ്തു ആത്മാക്കളുടെ ഇടയനാണ്. അഞ്ചാമത് ക്രിസ്തു ശ്രേഷ്ഠ ഇടയനാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങളിൽ ശുശ്രൂഷകന്മാർക്കുള്ളതായ ദൂതാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം ഓരോ ശുശ്രൂഷകനും. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം. ശുശ്രൂഷ ചെയ്യുന്നതായ ദൈവത്തിന്റെ ഭക്തനോട് വചനം പറയുന്നത്, നിന്റെ സ്വഭാവം നിന്റെ ആടുകൾക്ക് യോഗ്യമായിരിക്കണം. നീ ചെയ്യുന്നതായ കാര്യം നിന്നോട് ചെയ്യുമ്പോൾ നിന്റെ മുഖം മറുത്താൽ അത് മാതൃകയല്ല. നിന്നെ കണ്ട് പഠിക്കുന്നവനായിരിക്കണം നിന്റെ സഭയിലെ വിശ്വാസി. നീ ആരോട് പ്രസംഗിക്കുന്നുവോ അപ്പം നിന്നെ കണ്ട് പഠിക്കണം. ഞാനിപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചെറിഞ്ഞിട്ട് പോകാനല്ല, എന്നെ കാണുന്നവൻ ഞാൻ പറയുന്നതായ വചനം എന്നിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതിന് പോരായ്മ വരുത്തിയാൽ ഇടയനാണ് പോരായ്മ. ഞാനൊരു പോരായ്മ വരുത്തിയാൽ എന്നെ ഇതിന് നിയോഗിച്ചതായ എൻ്റെ ഇടയനായ കർത്താവിനാണ് പോരായ്മ. അത് ഓർമ്മ വേണം. ശുശ്രൂഷകൻ അത് ഓർമ്മ വേണം. ശുശ്രൂഷകൻ മാതൃകയുള്ളവനായിരിക്കണം. നിന്റെ സ്വഭാവത്തിൽ മാതൃകയുള്ളവനായിരിക്കണം. നിന്റെ സംസാരത്തിൽ മാതൃകയുള്ളവനായിരിക്കണം. നിന്റെ ഇടപാടിൽ മാതൃകയുള്ളവരായിരിക്കണം. നിന്നെക്കുറിച്ച് നീ ശുശ്രൂഷിച്ചതായ സഭയിലും ശുശ്രൂഷിക്കുന്ന സഭയിലും എല്ലാവരും നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ശ്രേഷ്ഠ ഇടയൻ എന്നുള്ളതായ പദവിയിൽ കർത്താവ് നിന്നെ കാണുകയുള്ളൂ. ആ ശ്രേഷ്ഠ ഇടയനിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ പദവിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്നതായ ഇടയന്റെ കരുതലുകൾ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും സമയം തീർന്നു പോകുന്നതിനാൽ ഞാൻ ആ വിഷയത്തെ ഇവിടെ ചുരുക്കട്ടെ. ക്രിസ്തു എന്ന ഇടയന്റെ കരുതൽ, ഒരു നന്മയ്ക്കും മുടക്കം വരാത്ത ഇടയനാണ് ആ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും
മുട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, ദൈവത്തെ ഭയപ്പെടുവിൻ. ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ല. ഈ ഇടയൻ ആവശ്യം നൽകുന്ന ഇടയനാണ്. ഈ ഇടയൻ ഭയത്തിൽ നിന്ന് മോചനം നൽകുന്ന ഇടയനാണ്. ഈ ഇടയൻ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുന്ന ഇടയനാണ്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരുന്നവനാണ്. ബുദ്ധിമുട്ട് തീർക്കുന്നവനാണ് ഈ ഇടയൻ. ഈ ഇടയൻ ആടുകൾക്ക് വേണ്ടി വെട്ടേറ്റ ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്. നാം ചിതറിപ്പോയിരുന്നതായ സ്ഥാനത്ത് നിന്ന് നമ്മെ ചേർത്ത് മടക്കി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുവാൻ ഗതസമന തോട്ടത്തിൽ വെച്ച് വെട്ടേറ്റതായ ഇടയനാണിത്. എന്നാൽ ആ വെട്ടേറ്റ് അവൻ വീണുപോയില്ല. പിന്നെയോ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇപ്പോൾ ഇരിക്കുകയാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട്. ആ ഇടയൻ എത്രയും വേഗം വരും. ആ ഇടയന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആ ഇടയന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവരെയും അതിനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ കൃപ തന്നല്ലോ. ആ വചനത്തിന് മുമ്പാകെ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. യഹോവ ഇടയനായിരിക്കുന്നതായ ആടുകളായിരിക്കാൻ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ, ആ ഇടയനിൽ നിന്ന് ലഭിക്കുന്നതായ ആടുകൾക്ക് ലഭിക്കുന്നതായ ആ 12 ശ്രേഷ്ഠ പദവികൾ പ്രാപിപ്പാൻ, കർത്താവെ അങ്ങയുടെ കരുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിപ്പാൻ, അങ്ങയുടെ ഇടയൻ എന്നുള്ളതായ ആ പദവി ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും ഏറ്റെടുക്കുവാൻ സ്വർഗീയ ദൈവം സഹായിക്കുമാറാകണം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും നടത്തുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനം കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.